ഗൈസ് ഈ രേണു സുധിക്ക് എന്താണ് ഗൈസ്? വീട്ടിലെങ്ങാനും കിടന്നാണെങ്കിൽ കിടന്നാ പോരായിരുന്നോ? എന്തിനാണ് ഇവര് ബിഗ് ബോസിന് ശേഷം എങ്കിലും സമാധാനം തരുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ തുറക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കണ്ട, യൂട്യൂബ് തുറക്കണ്ട? എന്താണിത്? ഇവരെ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ? എന്തെല്ലാം കാര്യങ്ങൾ വേറെയുണ്ട്. എന്ത് സ്ക്രോൾ ചെയ്താലും, എന്ത് സാധനത്തിന് വേണ്ടി ഏത് സമയം ഒന്ന് സ്ക്രോൾ ചെയ്താലും ഇവരുടെ വീഡിയോ വന്നങ്ങ് കിടക്കുകയാണ്. എന്താണ് എന്താണ് ഇവര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ? സഹിക്കുന്നില്ല. ഞാൻ പറയൂല ഇങ്ങനെ ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തോന്നുന്നു. ഉള്ള കാര്യം ഞാൻ പറയുക. നെഗറ്റീവ് പറയുന്ന ആൾക്കാര് മുണ്ടിട്ട് നടന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഗൈസ്. നമുക്ക് അന്നേരം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അവരെ സ്നേഹിക്കുന്നവർ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അവരെ ഇഷ്ടമല്ലാത്തവർ കാണുന്നുണ്ടായിരിക്കും, ഒന്നും പറയാനില്ലാത്തവരും കാണുന്നുണ്ടായിരിക്കും. ഗൈസ് അന്നേരം എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അന്നേരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഗൈസ്, രേണു ചേച്ചി നമുക്കറിയാമല്ലോ, നമ്മുടെ ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ദുബായിലോട്ട് ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം. അപ്പൊ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി എനിക്ക് ആക്ച്വലി എന്താണ് പറയുക, അവർ ബിഗ് ബോസിൽ പോയതിനോടും മേ ബി അവരവിടെ നിൽക്കണമെന്നൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇറങ്ങിയ സമയത്ത് അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ വന്ന സമയത്ത് അന്നേരം ആക്ച്വലി നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു ചേച്ചി ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുമെന്നുള്ള കാര്യം. എന്തോ ചെയ്യുന്നെന്നുള്ള കാര്യമാണ് ഗൈസ് ഇപ്പൊ ഈ 1-2 വീഡിയോ യൂട്യൂബിൽ ഇപ്പൊ കിടന്ന് ഓടുന്നത്. ദുബായിൽ നിന്ന് വരികയാണ് രേണു ചേച്ചി. ഡയമണ്ട് നെക്ലേസ് ഒക്കെ ഉണ്ട് കയ്യില്, ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ബിഗ് ബോസിൽ ഇറങ്ങിയിട്ടെങ്കിലും അവർ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇറങ്ങിയെങ്കിൽ ഇവരെയും കൊണ്ട് സമാധാനം സോഷ്യൽ മീഡിയക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ എല്ലാരും നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തോരം കാണാം. പ്രമോഷൻ ചെയ്തിട്ടുണ്ട്, എന്നെ കഴിയുന്ന പോലെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്, പ്രമോഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദുബായിലെ ബാർ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിട്ട് വരികയാണ് രേണു ചേച്ചി. അന്നേരം ബാർ പ്രൊമോഷൻ അടിപൊളിയായിരുന്നു എന്നുള്ള സന്ദേശം ആരാധകരുമായിട്ട് പങ്കുവെക്കുന്നു ഗൈസ്. അപ്പം ഒരുപാട് സന്തോഷം കണ്ടതിനും കേട്ടതിനും. രേണു ചേച്ചിക്ക് ലവ് കമന്റ് ബോക്സ് നിറച്ച് വളരെ സ്നേഹാദരങ്ങളാണ്. ഒരു നിമിഷം അവരോട് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തവര് അല്ലെങ്കിൽ അവരെ കുറിച്ചൊരു നല്ല കാര്യം ഓർക്കുന്ന നിമിഷമായിരിക്കും ഇത്. മേ ബി അവർക്ക് മുന്നോട്ട് വരട്ടെ, അവർ വളർന്നു വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ ബിഗ് ബോസിൽ പോയതിന് സമയത്ത് തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് വോട്ടില്ലേ നിങ്ങൾക്കുള്ള നിന്നോടായി. ഇനിയിപ്പോ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ സമയത്ത് തന്നെ നമുക്ക് അതിനെ കുറിച്ച് അവരുടെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം അഭിമാനമാണ് തോന്നുന്നത്. കാരണം അത്രയും ഒരു വോട്ട് നിൽക്കുന്ന സമയത്തും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം ഇട്ടിട്ട് പോരുന്നു. അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്ത ഒരു പ്ലാറ്റ്ഫോം. അതിലിപ്പോ നിൽക്കുന്ന അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ 5 വർഷമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് വില കൽപ്പിക്കുന്ന ഉണ്ട് പല ആൾക്കാരും. ആ ഒരു പ്ലാറ്റ്ഫോമാണ് അവരെ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കൊന്നും വലിയ കാര്യമില്ല എന്ന് ഇട്ടെറിഞ്ഞിട്ട് പോയി. അന്നേരം നമ്മളടക്കം ഒരുപാട് പേര് അതിനെക്കൊണ്ട് എന്താണ് വളരെ നീരസമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തിനാണ് അങ്ങനെ ചെയ്തത്? കാരണം നമ്മളടക്കം കുറച്ചു പേരെങ്കിലും വോട്ട് കൊടുത്തവരോട് പോലും ഒരു മാന്യത അല്ലെങ്കിൽ നന്ദി കാണിക്കാതെ ഇവർ ഇറങ്ങി പോരുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അവനവന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. അന്നേരം നമ്മളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്നേഹിക്കുന്നവർ പോലും ഇവരെ എങ്ങനെ കാണുമെന്നുള്ള കാര്യം. പക്ഷെ അതല്ല, ഓരോരുത്തരുടെ ലൈഫും അവരുടെ ജീവിത രീതികളും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ചില കാര്യങ്ങളോട് ചിലർക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ അതിനുശേഷമാണ് രേണു ചേച്ചിയുടെ ഈ ബാർ പ്രൊമോഷന് വേണ്ടിയിട്ട് ദുബായിലേക്ക് ഒരു പോക്ക് പോയത്. അപ്പൊ അതിനുശേഷം എന്താണ് പറയുക, അവർക്ക് വളരെ നല്ല കരിയർ ഗ്രോത്ത് തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി അതിനുശേഷം ബഹ്റൈനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ആരാധകരോട് പറയുന്നതായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടുണ്ടായിരുന്നു. അവര് മുന്നോട്ട് തന്നെ പോവുകയാണ്. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊന്നും അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് നമ്മൾ പറയുക, നമുക്ക് എന്താണ് അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ അറിയുന്നു. മേ ബി അല്ലാതെ ഇപ്പൊ ഇതിനപ്പുറം ആരോരും ഇല്ലാതെ എന്നാൽ സിംഗിൾ മോംസ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ സിംഗിൾ മോംസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാര് കേരളത്തിൽ അല്ലെങ്കിൽ വെളി രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ട്. പക്ഷെ അവരൊന്നും അത് സോഷ്യൽ മീഡിയ കൂടി അത് അറിയുന്നില്ല. നമ്മൾ പക്ഷെ ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ ഓർത്തു പോകുന്നു കേട്ടോ. അപ്പം ഒരുപാട് പേർക്ക് ഇൻസ്പയർഡ് ആണ് ആക്ച്വലി ഇപ്പൊ ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി. കാരണം അവരുടെ വീഡിയോ കാണുന്ന കമന്റ് ബോക്സിനകത്ത് ഒരുപാട് സ്നേഹം. എന്താണ് പല ആൾക്കാരും പറയുന്നുണ്ട്, എന്താണ് നേരത്തെ ഞാനും വിമർശിച്ചിട്ടുണ്ട്, 1-2 കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അത് നേരത്തെ ഞാനും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവരെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്നു, സ്നേഹം തോന്നുന്നു. അത് തന്നെയാണ് മേ ബി ഞങ്ങൾ ഇപ്പൊ രേണു സുധിയുടെ ചില കാര്യങ്ങൾ, ഒരു 1-2 കാര്യങ്ങൾ അല്ലെങ്കിൽ 1-2 ഈ ചില റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളോട് എനിക്കും വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവരുടെ ആ ഒരു കരിയറിനെ സംബന്ധിച്ചോളം ചില കാര്യങ്ങൾ
ചില കാര്യങ്ങൾ അവർ നിർബന്ധിതമായി ചെയ്യാനായിട്ട് വഴങ്ങി പോകുന്നു എന്നുള്ള വിഷയമാണ്. അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മളും വിമർശിച്ചിട്ടുണ്ട്, കാര്യം ശരിയാ. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പം ആക്ച്വലി അവരെ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അവരെ വിമർശിച്ച ആൾക്കാർ പോലും ഒന്നുമില്ലേലും അവരോട് ഒരുപാട് സ്നേഹം തോന്നുന്നതായിട്ട് ആക്ച്വലി അവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടിട്ട് ശരിക്കും തോന്നുന്നു.